കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഡൈജഷനെ കുറിച്ചാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇനി ബാക്കിയുള്ളത് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. നമുക്ക് അബ്സോർപ്ഷനുമായി ബന്ധപ്പെട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും നമ്മളുടെ ഫുഡ് മെറ്റീരിയലുകളൊക്കെ സിംപ്ലർ സബ്സ്റ്റൻസുകളായിട്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്തു. ഇനി നമ്മളെ ഈ ഫുഡ് സബ്സ്റ്റൻസുകൾ മെറ്റീരിയലുകൾസ് നമ്മുടെ ഓരോ സെല്ലുകളിലും എത്തണം. നമ്മുടെ സെല്ലുകളിലേക്ക് മെറ്റീരിയലുകൾ എത്തുന്നത് ബ്ലഡ് വഴിയാണ്. ബ്ലഡ് വെസൽസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഈ ഫുഡ് മെറ്റീരിയലുകൾ അല്ലെങ്കിൽ ഈ സിംപ്ലർ സബ്സ്റ്റൻസുകളൊക്കെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അബ്സോർബ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് ബ്ലഡ് വെസൽസ് വേണം. ബ്ലഡ് വെസൽസ് എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം കൂടുതൽ ഈ അബ്സോർപ്ഷൻ പ്രോസസ്സ് നടക്കും. സങ്കല്പിക്കുക, നമുക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ജസ്റ്റ് സിമ്പിൾ പൈപ്പാണെങ്കിൽ ഇതിലുള്ള ബ്ലഡ് വെസൽസിന് ലിമിറ്റ് ഉണ്ട് അല്ലേ? ഈ പൈപ്പിൻ്റെ ചുറ്റുഭാഗത്തുള്ള ബ്ലഡ് വെസൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വില്ലി എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോസ് എന്നാണ് വിളിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വില്ലികൾ ഉണ്ടാവും. ഈ വില്ലുകളിലൊക്കെ ധാരാളം ബ്ലഡ് വെസൽസ് ഉണ്ടാവും. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ, ഇപ്പോൾ ഇത്രയും ഏരിയയിൽ ഇവിടെയുള്ള ബ്ലഡ് വെസലുകളേക്കാൾ എത്രയോ എണ്ണം കൂടുതൽ ബ്ലഡ് വെസൽസ് ഈ വില്ലിയിലൂടെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ വില്ലി എന്ന് വിളിക്കുന്നത്. വില്ലി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ മറ്റു മൃഗങ്ങളുടെയൊക്കെ പോത്തിൻ്റെ ആടിൻ്റെയൊക്കെ കുടലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്കതിൽ കാണാൻ പറ്റും ചെറിയ മുള്ളു പോലുള്ളൊരു ഭാഗം. അതാണ് ശരിക്കും വില്ലി. ഇതുപോലെ നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ ഈ വില്ലി ഉണ്ടാവും, ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ടാവും. ഈ പ്രൊജക്ഷൻസിലൊക്കെ ധാരാളം ബ്ലഡ് വെസൽസ് ഉണ്ടാവും. ഇത് സർഫസ് ഏരിയ കൂട്ടും, കാരണം സർഫസ് ഏരിയ വളരെയധികം കൂടും. അപ്പോൾ ഡൈജസ്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലൂടെ ഫുഡ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ വില്ലിയിലുള്ള ബ്ലഡ് വെസൽസ് അതിലുള്ള ന്യൂട്രീഷ്യൻസ് കംപ്ലീറ്റ് വലിച്ചെടുക്കും. നമ്മൾ ഈ പറഞ്ഞ അമിനോ ആസിഡ്, ഗ്ലൂക്കോസ് തുടങ്ങിയ സാധനങ്ങളെയൊക്കെ, ഫാറ്റി ആസിഡ്, ഗ്ലിസറോളൊക്കെ ഈ വില്ലീസ് വലിച്ചെടുക്കും, അബ്സോർബ് ചെയ്യും. എന്നിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിലൂടെ അങ്ങനെ പോയിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അവസാനം ആകുമ്പോഴേക്കും അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസൊക്കെയാണ് ബാക്കി ഉണ്ടാവുക. കുറച്ച് വെള്ളവും കുറച്ച് സാൾട്ടുള്ള അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസ് ആയിരിക്കും സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അവസാനത്ത് എത്തുമ്പോഴേക്കും ബാക്കി ഉണ്ടാവുക. ബാക്കി സാധനങ്ങളൊക്കെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് അബ്സോർബ് ചെയ്ത് പോകും. അങ്ങനെ ബാക്കിയുള്ള ഈ അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് നമ്മളുടെ ഫുഡ് മെറ്റീരിയലുകളിൽ ബാക്കിയുള്ള അൺഡൈജസ്റ്റഡ് ഫുഡിൽ ബാക്കിയുള്ള വെള്ളം അതോടൊപ്പം സാൾട്ട് ഇത് രണ്ടും അബ്സോർബ് ചെയ്യും. എന്നിട്ടൊരു സെമി സോളിഡ് കണ്ടീഷനിൽ നമ്മളുടെ ഈ വേസ്റ്റ് എയ്നസ് എന്ന് പറയുന്ന പാർട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ടൈം ടു ടൈം ആയിട്ട് അതിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യും. ഇത്രയാണ് എലിമെൻ്ററി ട്രാക്റ്റ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് കനാൽസ് എന്ന് പറയുന്ന പാർട്ടുകൾ ഉള്ളത്. നമ്മുടെ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന രോഗം ശരിക്ക് നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ ജ്യൂസും തമ്മിലുള്ള കണക്ഷനാണ്. ബൈൽ ജ്യൂസിൻ്റെ എമൗണ്ട് നമ്മുടെ ബ്ലഡിൽ കൂടുമ്പോഴാണ് നമുക്ക് മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. ബിൽറുബിൻ എന്ന് പറയുന്ന സാധനം നമ്മൾ യൂറിനിൽ ബിൽറുബിനാണ് ചെക്ക് ചെയ്യുക. ബിൽറുബിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. ഹെപ്പറ്റൈറ്റിസ് വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. നമ്മൾ 1-2 ടേമുകളും കൂടെ പഠിക്കുകയാണ്. നമ്മൾ പ്രോസസ്സാണ്. അതിൽ നമ്മൾ ഇഞ്ചക്ഷൻ പഠിച്ചു, ഡൈജഷൻ പഠിച്ചു, അടുത്ത അബ്സോർപ്ഷനാണ്. ബ്ലഡ് കാപ്പിലറീസ് ഇൻ ദ വില്ലി പിക്ക് അപ്പ് ഡൈജസ്റ്റഡ് ഫുഡ് ആൻഡ് ടേക്ക് ഇറ്റ് ഇൻ ടു ഓൾ സെൽസ്. ഓക്കെ, നമ്മളെ വില്ലി എന്ത് ചെയ്യാണ്? ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്ത് എല്ലാ സെല്ലുകളിലും എത്തിക്കുന്ന പ്രോസസ്സ്. ഇനി അടുത്ത അസിമിലേഷൻ ആണ്. ദ അബ്സോർബ്ഡ് ഫുഡ് സപ്ലൈഡ് ടു സെൽസ് ഈസ് യൂസ്ഡ് ടു റിലീസ് എനർജി ആൻഡ് ഓൾസോ ബിൽഡ് അപ്പ് ദി സെൽ കോമ്പണൻസ്. ദിസ് ഈസ് കോൾഡ് അസിമിലേഷൻ. നമ്മൾ കഴിച്ച് നമ്മുടെ ഡൈജഷൻ കംപ്ലീറ്റ് ആയ ഫുഡ് മെറ്റീരിയൽസ് സെല്ലുകളിലെത്തുകയും സെല്ല് അത് ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് വിളിക്കുക. ഗ്ലൂക്കോസ് ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കും, പ്രോട്ടീൻ ഉപയോഗിച്ച് നമ്മളെ ബോഡി ബിൽഡിങ് നടക്കും. ഇതേപോലെയുള്ള പ്രോസസ്സിനാണ് നമ്മൾ അസിമിലേഷൻ എന്ന് വിളിക്കുക. ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസ് നമ്മുടെ ശരീരത്തിൽ
സെല്ലുകളിൽ എത്തിക്കഴിഞ്ഞാൽ സെല്ല് അത് ഉപയോഗിച്ചിട്ട് അതിനാവശ്യമായ മെറ്റീരിയൽസ് നിർമ്മിക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ അസിമിലേഷൻ എന്ന് വിളിക്കുക. ഫൈനൽ പ്രോസസ് ഇജക്ഷൻ ആണ്. ദ പ്രോസസ് ബൈ വിച്ച് ദ അൺഡൈജസ്റ്റ് ഫുഡ് മെറ്റീരിയൽ ഓർ വേസ്റ്റ് ഇസ് റിലീസ്ഡ് ഫ്രം ദി ബോഡി. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസ്, അതിലുള്ള വേസ്റ്റ് ഒക്കെ കൂടെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഇജക്ഷൻ എന്ന് വിളിക്കുക. ഇത് ടൈം ടു ടൈം ആയിട്ട് ഈ പ്രോസസ്സുകൾ നടക്കും. സാധാരണഗതിയിൽ നമ്മുടെ സ്റ്റൊമക്ക് കാലിയാകുമ്പോഴാണ് നമുക്ക് വിശക്കുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും, സ്റ്റൊമക്ക് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് ശരീരത്തിൽ ആ ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ആവശ്യത്തിന് എനർജി കിട്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ പ്രോട്ടീൻ കിട്ടിയിട്ടില്ലെങ്കിലൊക്കെ നമ്മുടെ ശരീരത്തിന് പല ഗുരുതരമായ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഇത്രയും നമ്മൾ ഡൈജഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രോസസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫുഡ് നമ്മുടെ വായിലേക്ക് എത്തുന്നത് മുതൽ അതിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതിനുള്ള എല്ലാ പ്രോസസ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിലേതെങ്കിലും മെറ്റീരിയൽസ്, ഏതെങ്കിലും കോമ്പണൻസ്, ഏതെങ്കിലും ന്യൂട്രിയൻസിൻ്റെ ഷോർട്ടേജ് വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. എ ഡിസീസ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ലാക്ക് ഓഫ് അഡിക്വേറ്റ് ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ഈസ് കോൾഡ് ഡെഫിഷ്യൻസി ഡിസീസ്. നമുക്ക് ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് അല്ലാത്തത് കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും കൃത്യമായി കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഇൻടേക്ക് ഓഫ് ഇംപ്രോപ്പർ ഓർ ഇനഡിക്വറ്റ് ഡയറ്റ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ഈസ് കോൾഡ് മാൽ ന്യൂട്രീഷൻ. പോഷകാഹാരക്കുറവ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, മാൽ ന്യൂട്രീഷൻ. നമ്മൾ ഇംപ്രോപ്പറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ നമുക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ഇല്ലാതെ നമ്മൾ ജീവിക്കുന്നതിൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് നമ്മൾ മാൽ ന്യൂട്രീഷൻ എന്ന് വിളിക്കാം. ചെറിയ കുട്ടികൾക്ക് മാൽ ന്യൂട്രീഷൻ എന്നുള്ളത് വളരെയധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മെൻ്റലും ഫിസിക്കൽ ഗ്രോത്തിനൊക്കെ ബാധിക്കും. മുതിർന്നവരിലാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് രണ്ടും വ്യത്യാസം ഉണ്ടാവും. ചെറിയ കുട്ടികൾ നന്നായിട്ട് വളരുന്ന സമയമാണ്, ധാരാളം ന്യൂട്രിയൻസ് അവരുടെ ശരീരത്തിൽ ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ ഉണ്ടാകുന്ന മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾ വരുത്തി വെക്കും. നമ്മുടെ മാൽ ന്യൂട്രീഷനെ പ്രധാനമായിട്ട് നമ്മൾ മൂന്നായിട്ട് തിരിക്കുകയാണ്. ഒന്ന് പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ, മറ്റൊന്ന് മിനറൽ ഡെഫിഷ്യൻസി ഡിസീസ്, മറ്റൊന്ന് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ്. ഓരോന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ. ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ ഇൻ ദി ഡയറ്റ് കോസസ് PM. നമ്മളെ ഡയറ്റിൽ കൃത്യമായിട്ട് പ്രോട്ടീൻ കിട്ടുന്നില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന രോഗമാണ് PEM അല്ലെങ്കിൽ പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ. നമ്മൾ സാധാരണഗതി നമ്മളോട് പാലൊക്കെ കുടിക്കാൻ പറയല്ലേ, നമ്മളെ ചെറിയ കുട്ടികളാകുമ്പോൾ ചെറിയ കുട്ടികളോട് നമ്മൾ പാല് കുടിക്കാൻ പറയും. അതേപോലെ പയർവർഗ്ഗങ്ങളുള്ള സാധനങ്ങളൊക്കെ ധാരാളം കഴിക്കാൻ പറയും. ഇതിൻ്റെയൊക്കെ കാരണം ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ കുട്ടികൾക്ക് 2 വയസ്സ് വരെ പാല് കൊടുക്കണം, മുലപ്പാൽ കൊടുക്കണം എന്ന് പറയാറുണ്ട് അല്ലേ. അങ്ങനെ ഇതിൻ്റെ കാരണം ധാരാളം പ്രോട്ടീൻ ആവശ്യമുള്ള സമയമാണ്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ചെറുപയർ അതേപോലുള്ള സാധനങ്ങളൊക്കെ ധാരാളം കഴിക്കണം. ചെറിയ കുട്ടികളാണ് പാല് കുടിക്കണം. ഇതൊക്കെ ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇല്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും വരും. പ്രധാനമായിട്ട് ഈ PM നമ്മൾ 2ആയിട്ട് തിരിക്കുകയാണ്. ഒന്ന് മരാസ്മസും മറ്റൊന്ന് ക്വാഷിയോർക്കറും. മരാസ്മസ് എന്ന് പറഞ്ഞാൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്ന PEM പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷനാണ് നമ്മൾ മരാസ്മസ് എന്ന പേരിൽ വിളിക്കുന്നത്. ശരിക്ക് മദേഴ്സ് മിൽക്ക് കിട്ടാത്ത, അമ്മയുടെ മുലപ്പാൽ കിട്ടാത്ത കുട്ടികൾക്കാണ് ഈ ഒരു പ്രശ്നം വരിക. കൃത്യമായി 2 വയസ്സ് വരെ കുട്ടികൾ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് അല്ലേ. ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് ആവശ്യത്തിന് പാല് കിട്ടിയിട്ടില്ല എങ്കിൽ പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ എന്തെങ്കിലും അമ്മയുടെ മാൽ ന്യൂട്രീഷൻ കാരണം കൃത്യമായിട്ട് പാല് ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കുട്ടികൾക്ക് ആവശ്യത്തിന് മുലപ്പാൽ കിട്ടിയിട്ടില്ല എങ്കിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറ്, മരാസ്മസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവാറ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടികൾ കാണുന്ന ലക്ഷണങ്ങൾ ലോസ് ഓർ വേസ്റ്റിംഗ് ഓഫ് മസിലുകൾ വളരെ കുറവായിരിക്കും. അതേപോലെ ലൂസ് ഫോൾഡ് സ്കിൻ ആയിരിക്കും, ശരീരത്തിൽ സ്കിന്നൊന്നും സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല. അതുപോലെ വാരിയലുകളൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ തെളിഞ്ഞു കാണുന്നൊരു അവസ്ഥ ഉണ്ടാവും. അതേപോലെ ബോഡി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ലോ ഡൗൺ, കൃത്യമായിട്ട് വളർച്ചയൊന്നും ഉണ്ടാവില്ല. ശരിക്കും പ്രായത്തിനനുസരിച്ച് വളർച്ചയൊന്നും കുട്ടികളിൽ കാണാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് കുട്ടികൾക്ക് 2 വയസ്സ് വരെ നിർബന്ധമായും മുലപ്പാൽ കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഉൾക്കൊള്ളുന്ന ഫുഡാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. മറ്റൊന്ന് ക്വാഷിയോക്കറാണ്.
1 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോക്കർ എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എൻലാർജ്മെൻറ്റ് ഓഫ് ലിവർ ഡ്യൂ ടു വാട്ടർ റിട്ടൻഷൻ, വെള്ളത്തിൻ്റെ അളവ് കൂടുക, എന്നിട്ട് ലിവർ എൻലാർജ് ചെയ്ത് വരിക. ഡാർക്കനിങ് ഓഫ് ദി സ്കിൻ വിത്ത് സ്കെയിലി അപ്പിയറൻസ്, ഒരു സ്കെയിലി അപ്പിയറൻസോടെ സ്കിന്നൊക്കെ ഒരു ഡാർക്ക് കളറായിട്ട് മാറുക. ഹെയർ ബിക്കംസ് റെഡിഷ് ബ്രൗൺ, അത് മുടിയുടെ സ്വാഭാവിക നിറം നഷ്ടപ്പെടുക എന്നർത്ഥം. നമ്മളിവിടെയൊക്കെ ബ്ലാക്ക് ഹെയർ ആണ് ഉണ്ടാവാറ്, റെഡിഷ് ബ്രൗണിലേക്ക് മാറും. ലെഗ്സ് ബിക്കം തിൻ, കാലൊക്കെ തീരെ തടിയില്ലാത്ത അവസ്ഥയിലേക്ക്, കാലിനും തീരെ വണ്ണം ഉണ്ടാവില്ല. റിട്ടാർഡേഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഗ്രോത്ത്സ്, കൃത്യമായിട്ട് ഫിസിക്കലി ആയിട്ടും മെൻ്റലായിട്ടുള്ള ഗ്രോത്തൊക്കെ താറുമാറാവും. ഇതൊക്കെയാണ് ക്വാഷിയോക്കറിൻ്റെ ലക്ഷണങ്ങൾ. നമ്മൾ ഈ യുദ്ധങ്ങൾ, നിരന്തര യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ പട്ടിണി കൂടുതലുള്ള രാജ്യങ്ങൾ, കുട്ടികളുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. വയറക്കൊന്തി വാരിയലുകളൊക്കെ തെളിഞ്ഞു കാണുന്ന അവസ്ഥയിൽ. അതിൻ്റെയൊക്കെ കാരണം ഈ മാൽ ന്യൂട്രീഷനാണ്. അവർക്ക് ചിലപ്പോൾ ഭക്ഷണം കിട്ടുന്നുണ്ടാവും, എന്നും ബ്രെഡും പച്ചവെള്ളം കഴിക്കാം, അല്ലെങ്കിൽ എന്നും ഗോതമ്പിൻ്റെ റൊട്ടി കഴിക്കാം, എന്തെങ്കിലും ഭക്ഷണങ്ങൾ അവർക്ക് അത് മാത്രമേ കിട്ടുള്ളൂ. നമ്മളിവിടെ കഴിക്കുന്ന പോലെ ഫ്രൂട്ട്സോ വ്യത്യസ്ത തരം വെജിറ്റബിൾസോ ധാന്യങ്ങളോ ഒന്നും അവർക്ക് കിട്ടില്ല. ഏതെങ്കിലും ഒരു സാധനം, അത് വിശപ്പ് മാറാൻ അവർക്ക് കിട്ടും. അവർ വിശക്കുക എന്നുള്ളൊരു പ്രോസസ്സ് അവർക്കില്ല, പക്ഷേ അവർക്ക് എന്തുണ്ടാവില്ല, ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടാത്ത അവസ്ഥയിലുണ്ടാവുന്നതുകൊണ്ട് വളർച്ച കൃത്യമായിട്ട് ഉണ്ടാവില്ല, ശരീരത്തിൻ്റെ വളർച്ചയൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവില്ല. ഇനി മറ്റൊന്നുള്ള മിനറൽ ഡെഫിഷ്യൻസി ഡിസീസാണ്. സാധാരണയായിട്ട് കണ്ടുവരുന്ന 2 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന 2 മിനറൽ ഡെഫിഷ്യൻസി ഡിസീസുകൾ, ഒന്ന് ഗോയിറ്ററും മറ്റൊന്ന് അനീമിയാണ്. കുറേ കാലത്തേക്ക് അയഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായാലുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഗോയിറ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യും, തൈറോയിഡ് ഗ്ലാൻഡ് വികസിച്ച് വരും, വലുതാവും. ഈ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മളെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ കഴുത്തിൽ ഇങ്ങനെ ഒരു മുഴ പോലെ ഇങ്ങനെ പൊങ്ങി വരും, തൊണ്ടമുഴ എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഓപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗ്ലാൻഡ് നീക്കം ചെയ്യുക എന്നുള്ള പ്രോസസ്സൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അയഡൈസ്ഡ് സാൾട്ട്, അതുപോലെ സീ ഫുഡൊക്കെയാണ് ഇതിനുള്ള പരിഹാരം. നിങ്ങൾ കേട്ടിട്ടുണ്ട് അയഡൈസ്ഡ് സാൾട്ട് എന്ന് പറഞ്ഞിട്ട്, സാൾട്ടിൻ്റെ മുകളിൽ അയഡിനും കൂടെ ആഡ് ചെയ്തിട്ട് തരുന്ന സാധനമുണ്ട്. കൂടുതൽ മറ്റു പല സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത കാലത്തുള്ള പഠനങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതാണ് നമുക്കുള്ള ഒരു വഴി. അല്ലെങ്കിൽ നമ്മൾ സീ ഫുഡിൽ ധാരാളമായിട്ട് അയഡിൻ ഉണ്ടാവും. മറ്റൊന്ന് അനീമിയാണ്. അയൺ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. ഈ അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ രക്തത്തിലെ ചുവന്ന കളറുള്ള രക്താണുക്കളാണ്. ഇതാണ് ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്ന സാധനം. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആവശ്യത്തിന് ഓക്സിജൻ എത്താത്തൊരവസ്ഥയാണ് ശരിക്കും അനീമിയുള്ള ആളുകൾക്ക് ഉണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എനർജി പ്രൊഡക്ഷനൊക്കെ ഗുരുതരമായി ബാധിക്കും. എന്നിട്ട് അയാൾ ശരിക്കും വളഞ്ഞു വരും. നമ്മൾ അരിവാൾ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു അരിവാളിൻ്റെ ആകൃതിയിലേക്ക് ഇയാൾ വരും. അതുകൊണ്ടാണ് ഇതിന് സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ജനറ്റിക് ഡിസോർഡറായിട്ട് വരാറുണ്ട്. നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ അതിങ്ങനെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കുട്ടിയൊക്കെ വരുന്നൊരവസ്ഥ നമ്മളെ ചില ആദിവാസി സമൂഹങ്ങളിലൊക്കെ ഈ രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ധാരാളം അയേണുള്ള ഭക്ഷണങ്ങൾ, ലീഫി വെജിറ്റബിൾസ് അതേപോലുള്ള സാധനങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊന്ന് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ് ആയിരുന്നു. ഇത് നമ്മൾ മുമ്പ് ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വേറൊരു സാധനം ഫുഡ് അഡൾട്രേഷനാണ്. ഭക്ഷണത്തിൽ മായം ചേർക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ഇതിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ പലപ്പോഴും പല രീതിയിലുള്ള മായങ്ങളും ചേർത്തിട്ടുണ്ടാവും. ലാഭത്തിന് വേണ്ടിയിട്ട് ആണ് പലപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഇത് ഈ ഫുഡിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുന്ന മാത്രമല്ല നമുക്ക് പല ഗുരുതരമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കാൻ കാരണമാവും. ഇനി അറ്റംപ്റ്റ് ടു മിക്സ് ഐറ്റം ഓഫ് ഫുഡ് വിത്ത് ചീപ്പർ സബ് സ്റ്റാൻഡേർഡ് എഡിബിൾ ഓർ ഇൻഎഡിബിൾ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഫുഡ് അഡൾട്രേഷൻ. എന്തെങ്കിലും രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റിയതോ പറ്റാത്തതോ ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ ഫുഡിൽ ചേർക്കുന്നുണ്ട് നമ്മൾ ഫുഡ് അഡൾട്രേഷൻ എന്ന് വിളിക്കാം. ചിലപ്പോൾ അത് ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ വേറെ ടേസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ കളറിന് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കളർ, ഉദാഹരണത്തിന് മാങ്ങ,
അത് നല്ല മഞ്ഞ കളറിൽ വരാൻ വേണ്ടി നമ്മൾ ചില കെമിക്കലുകൾ പെട്ടെന്ന് പഴുപ്പിക്കുകയാണ്. അപ്പോൾ ആ പൊടി നമുക്ക് ആവശ്യം, അതായത് നമ്മൾ ചേർക്കുന്ന കെമിക്കൽ നമുക്ക് ഹാംഫുള്ളായി വരും. ഒരു മാങ്ങ പഴുക്കുന്നത് ചില എൻസൈമുകളുടെ പ്രവർത്തനമാണ്. അതിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില എൻസൈമുകളാണ്, ചില ഹോർമോണുകളാണ്. എന്നാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇത് കൊടുക്കുക. ഓക്കെ, ഇതിനാണ് നമ്മൾ ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ വാങ്ങുന്ന പല സാധനങ്ങളിലും അഡൾട്രേഷൻ വരുന്നുണ്ട്. ധാന്യങ്ങളിൽ വരുന്നത് സ്ട്രോ, ഹസ്ക്, അതേപോലെ തന്നെ ഇൻഫീരിയർ ക്വാളിറ്റി ഗ്രെയിൻസ്, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ മറ്റ് പ്രാണികളൊക്കെ അല്ലെങ്കിൽ ഉപയോഗിച്ച നശിച്ച ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ അരി, ഉദാഹരണത്തിന് അരി, ഒരാൾ ഒരു 50,000 കിലോ അരി മാർക്കറ്റിൽ ഇറക്കുകയാണ്. അയാൾ ഒരു 1000 കിലോ കല്ല് ചേർത്തു സങ്കല്പിക്കുക. നല്ല മണൽ, 1000 കിലോ മണലോ അല്ലെങ്കിൽ അതേപോലത്തെ ചെറിയ കല്ലോ അതിൽ ചേർത്താൽ ഈ 50,000 കിലോയിൽ ഈ 1000 കിലോ എന്ന് പറയുന്ന ആരും ഐഡൻറ്റിഫൈ ചെയ്യില്ല അതിൽ മൊത്തം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ അയാൾക്ക് മൊത്തം 1000 കിലോ അധികം കിട്ടുകയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ അരി വാങ്ങിയാൽ ചിലപ്പോൾ അതിൽ 2-3 കല്ലുണ്ടാവും. നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി 1 കിലോ അരി നമ്മൾ കടയിൽ നിന്ന് 25 കിലോ കൊണ്ട് അതിൻ്റെ അത് നമ്മൾ 1/2 കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 കല്ലുണ്ടാവും. അത് ഇതുപോലെ ഫുഡ് അഡൾട്രേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാവാം. അതുപോലെ തന്നെ ധാന്യങ്ങളിലൊക്കെ നിങ്ങൾ ഇതേപോലെ കല്ലും ഇതേപോലെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പാലിൽ സ്റ്റാർച്ച്, വെള്ളം ചേർക്കാറുണ്ട്, മറ്റു മൃഗങ്ങളുടെ പാലുകൾ ചേർക്കാറുണ്ട്, അതിൻ്റെ അകത്തുള്ള ഫാറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറുണ്ട്, സിന്തറ്റിക് മിൽക്ക് ചേർക്കാറുണ്ട്, എഡിബിൾ ഓയിലിൽ ഇതേപോലെ ആർട്ടിഫിഷ്യൽ കളറുകൾ ചേർക്കാറുണ്ട്, മറ്റു പല സാധനങ്ങളും ചേർക്കാറുണ്ട്, മിനറൽ ഓയിലുകൾ ചേർക്കാറുണ്ട്. നമ്മളെ വെളിച്ചെണ്ണയുടെ അതേ കളറുള്ള അതേ ക്വാളിറ്റിയുള്ള സാധനമുണ്ട്, പാരഫിൻ വാക്സ് എന്ന് വിളിക്കുന്ന സാധനം. പക്ഷേ വെളിച്ചെണ്ണയുടെ സ്മെല്ലോ ടേസ്റ്റോ അതിനുണ്ടാവില്ല. വെളിച്ചെണ്ണയുടെ പ്രോസസ്സുകൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ എത്തിയാൽ ഡൈജസ്റ്റ് ആവാത്ത സാധനമാണ്. പക്ഷെ അത് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്താൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വാങ്ങുന്ന പല വെളിച്ചെണ്ണകളും നിങ്ങൾ അടുത്തടുത്തൊക്കെ പല ബ്രാൻഡുകളും നിരോധിച്ചൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇതേപോലുള്ള എന്തെങ്കിലും ഗുരുതരമായ മായങ്ങളോ കാണുമ്പോഴാണ് നമ്മൾ സാധനങ്ങൾ നിരോധിക്കാറുള്ളത്. അതുപോലെ മഞ്ഞൾ, കളറുള്ള അതേ കളറുള്ള മറ്റു പല കളറുകളും ചേർക്കാറുണ്ട്. മല്ലിപ്പൊടിയിൽ ചാണകം ചേർക്കാറുണ്ട്, പശുവിൻ്റെയും കുതിരയുടെയൊക്കെ ചാണകം, സോഡസ്റ്റ്, സ്റ്റാർച്ചൊക്കെ ചേർക്കാറുണ്ട്. ബ്ലാക്ക് പെപ്പർ, ഡ്രൈഡ് പപ്പായ സീഡ്സ്, കുരുമുളകിൽ പപ്പായയുടെ ഉണങ്ങിയ കുരു ചേർക്കാറുണ്ട്. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള മായങ്ങളും നമ്മൾ ഫുഡിൽ ചേർക്കാറുണ്ട്. ഇത്രയാണ് ഹ്യൂമൻ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഡിസ്കസ് ചെയ്യാം.